അടുക്കളയിൽ മാത്രം ഒതുങ്ങണം എന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ നിന്ന് ആയിരക്കണക്കിന് വേദികൾ കീഴടക്കിയ ഒരു വനിത. ആളുടെ ജേണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഹോട്ട് സീറ്റിലുള്ളത് ഷെബി മൻസൂറാണ് ഫ്രം റിയാദ്. ഹായ് ഷെബി, ഐ ആം ഫാത്തിമ ഫ്രം റീൽസ് ഓൺ റിയൽ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വണ്ടർഫുൾ ഇൻട്രോ. ഞാൻ ഒരുപാട് പേർക്ക് ഇൻട്രോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എനിക്കൊരു ഇൻട്രോ കിട്ടുന്നത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. മലബാറിലാണ് ജനിച്ചെന്ന് പറഞ്ഞു, എവിടെയാണ് സ്ഥലം? എൻ്റെ പ്രോപ്പർ പ്ലേസ് വരുന്നത് ശരിക്കും പാലക്കാടാണ്, പട്ടാമ്പിയാണ്. ഞാൻ മാരീഡ് ആയിട്ടുള്ളതാണ് മമ്പാട്ടേക്ക്. എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് ജിദ്ദയിലായിരുന്നു. ഇനീഷ്യലി ഞാൻ കൊപ്പം KMCS പഠിച്ചത് 6th വരെ. പിന്നെ ഉപ്പാന്റെ അടുത്തേക്ക് പ്രവാസത്തിലേക്ക് ഇങ്ങോട്ട് വന്നു. അപ്പം ഷാത്തി അൽനൂർ നാഷണൽ സ്കൂളിൽ ജിദ്ദയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹയർ സ്റ്റഡീസ് ഒക്കെ അത് ഞാൻ MES കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഡിഗ്രി. അപ്പം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് പിന്നെ ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പായിട്ട് US ലേക്ക് മൂവ് ചെയ്യുന്നത്. പിന്നെ അവിടെ പഠിച്ചു, അവിടെ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ HR PG ചെയ്തു ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ. യൂഷ്വൽ റീൽസും അതുപോലെ കുക്കിംഗ് വീഡിയോസും ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത പേജായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് ആങ്കറിങ്ങിലോട്ട് എത്തിപ്പെട്ടത്? അതോ ചെറുപ്പം തൊട്ടുള്ള പാഷനായിരുന്നു ഈ ആങ്കറിംഗ് ഒക്കെ? ആക്ച്വലി എൻ്റെ പേഴ്സണൽ പേജായിട്ട് തുടങ്ങിയതായിരുന്നു. എനിക്ക് ആദ്യൊരു പേജ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഫോൺ അടിച്ചു പോയപ്പോൾ ഞാൻ പാസ്വേഡ് മറന്നു. അങ്ങനെ Instagram അക്കൗണ്ട് വരെ പൂട്ടിപ്പോയി. പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെറുപ്പത്തിൽ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് വന്നു, നമ്മൾ പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് വന്നു. പിന്നെ റിയാദിൽ വന്നതിന് ശേഷമാണ് 2021 നമ്മൾ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ആങ്കറിങ്ങിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യണം തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് പബ്ലിക് ആക്കുന്നതും പിന്നെ ആങ്കറിങ്ങിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നതും. പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ ബ്രാൻഡ് പ്രൊമോഷൻസും ബ്രാൻഡ് കൊളാബറേഷൻസും ഒക്കെ വന്നു തുടങ്ങിയത്. US പോയെന്ന് പറഞ്ഞിട്ടുണ്ടായി, എന്ത് കോഴ്സ് ചെയ്യാനാണ് അവിടെ പോയത്? ഞാൻ ആക്ച്വലി എൻ്റെ 12th കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ +2 ഞാൻ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് എന്നെ പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ പാരൻസിന്. അപ്പം അതുകൊണ്ട് പുള്ളിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു 3 days ആയപ്പോഴേക്കും എനിക്ക് MES വമ്പാട് കോളേജിൽ എനിക്ക് അഡ്മിഷൻ എടുത്തിരുന്നത്. അപ്പം അന്ന് മുതൽ എൻ്റെ നമ്മൾ അഡ്മിഷൻ കാർഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് കരഞ്ഞ ഫോട്ടോ ആണ് എൻ്റെ ID കാർഡിലൊക്കെ. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ പോലെ തന്നെ നമ്മളെ പ്രവാസിയുടെ ഒരു ഭാര്യയായിട്ട് ഇവിടെ ഇങ്ങനെ കൂടാനായിരുന്നു അന്നൊരു ആഗ്രഹം. കാരണം അന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണം, കല്യാണം കഴിഞ്ഞു, അതായിരുന്നു താല്പര്യം. പക്ഷെ പുള്ളി അവിടെ നമുക്ക് അഡ്മിഷൻ എടുത്ത് MES കോളേജിൽ. അങ്ങനെ പുള്ളി ഒരു 28 ദിവസമായപ്പോൾ പുള്ളി പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. നമ്മൾ MES കോളേജ് ത്രൂ നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കോളേജ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അത് ഫുള്ളി ഫണ്ടഡ് ബൈ US ആണ്. അപ്പോൾ നമുക്ക് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെയാണ്. അപ്പോൾ അതൊക്കെ കല്യാണത്തിന് ശേഷമായിരുന്നു പോയതൊക്കെ. അപ്പം നമ്മളെ സൊസൈറ്റീൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ US ലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു വരില്ല എന്നൊക്കെ ഒരുപാട് പേര് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പോയി തിരിച്ചു വന്നു. അവിടെ ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? ഒരു 1.5 years ആയിരുന്നു അവിടെ. മീൻസ് നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് തോന്നി അവിടെ പോയി പഠിച്ചപ്പോൾ? നമ്മളവിടെ മെയിൻ ഡിഫറൻസ് ആയിട്ട് ഒന്ന്, ഇവിടെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്നു, ടീച്ചർമാർ വന്നു പോകുന്നു. നമ്മളവിടെ ഇങ്ങനെ ടീച്ചർമാർ ഒരു ക്ലാസ്സിലിരിക്കുന്നു, നമ്മളാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിഗ്രി കഴിയുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. നമ്മളെ പേരൻസ് ആണ് നമ്മൾ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു ടീനേജ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു, അവർ സ്വന്തമായിട്ട് പഠിക്കുന്നു. ഞങ്ങളൊക്കെ പോയ സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ചെയ്യണം നിർബന്ധമായിരുന്നു. നമുക്ക് വീക്കിലി ഇത്ര കമ്മ്യൂണിറ്റി അവേഴ്സ് വേണം, നമ്മൾ ഹോംലെസ് പീപ്പിളിന് പോയിട്ട് സെർവ് ചെയ്യണം, അത് നിർബന്ധമാണ് അവിടെ. അതുപോലെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് എടുക്കണം, അതും അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. ഞാൻ അവിടെ മിയാമി ഡേഡ് കോളേജിൽ ഡയറക്ടർ ഓഫ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമ്മളിപ്പം ജനിച്ചതും വളർന്നതും വളരെ ഒരു ബാക്ക്വേർഡ് ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിലാണ്. അതിൽ നിന്ന് ഇത്രയും പ്രോഗ്രസീവായി ചിന്തിക്കാൻ പഠിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ആയത് US-ന്റെ ലൈഫ് കൊണ്ടാണോ? US ലൈഫ് കൊണ്ടാണോ ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ വന്നത്? അതോ എനിക്കൊരു എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും അതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ US പോവാന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉപ്പാക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അവിടെ നിന്ന് പോയി പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡും ഇൻലോസും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം എൻ്റെ ഫാദറിലൊക്കെ ഞാൻ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ എവിടെ വേണമെങ്കിലും നമ്മളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സീസോൺ പ്രോഗ്രാംസിലൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്നെ കാലിക്കറ്റ് വരെ നമ്മളെ മൈമിങ്ങിന് അതുപോലെ തന്നെ ഒപ്പനക്കൊക്കെ എന്നെ കൊണ്ടുവന്ന ഇൻലോസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവർ. അപ്പൊ അവിടുന്നാണ് എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ എനിക്കൊരു സ്പേസ് തന്നെ എൻ്റെ ഹസ്ബൻഡ്. അവിടെ നിന്നാണ് ഇങ്ങനെ കുറച്ചുകൂടി ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. നോർമലി ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്ക് കല്യാണം എന്ന് പറയുമ്പോൾ കുറച്ച് പേടിയാണ്. കാരണം അവരുടെ സ്വപ്നങ്ങൾക്ക് അതൊരു വലിയ ബാരിയർ ആവും എന്നുള്ളൊരു വലിയ പേടിയുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കുന്ന നമ്മളിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും അതൊരു ലക്കാണ്, ലക്ക് ഫാക്ടറാണ്. കാരണം ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ലവ് മാരേജ് ആണെങ്കിൽ ഭയങ്കര കളറായിരിക്കും ലൈഫ് എന്നൊക്കെ, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമുക്ക് ഒരു സിങ്ക് കിട്ടൂല എന്നൊക്കെ. പക്ഷെ അതൊക്കെ പ്യൂർ ലക്കാണ്. എനിക്കത് തോന്നിയിട്ടുള്ളത്. അതൊരു എന്താ പറയുക, നമുക്ക് കിട്ടുന്ന പാർട്ട്ണർ എങ്ങനെ ഇരിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. പക്ഷേ ആൾക്കാർ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിപ്പിക്കാന്ന് പറയും, അല്ലെങ്കിൽ ജോലിക്ക് വിടാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നന്റ് ആയി പിന്നെ ലൈഫ് ആ ഒരു 4 ചുമരിന്റെ ഉള്ളിലാവുന്ന എത്രയോ ലേഡീസ് ഉണ്ട്. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്, എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം അതിനുശേഷമാണ് ഞാൻ ഒന്നും കൂടെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങുന്നത്. അത് വളരെ ചെറിയ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. എനിക്കും അതുപോലെ തന്നെയാണ്. ലൈക്ക് ഒരു സ്ട്രിക്റ്റർ വേർഷനിൽ നിന്ന് കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു നമ്മുടെ ലൈഫ്. ലൈക്ക് നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും. ലൈക്ക് നമ്മളിപ്പോൾ പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ടീവ് ആണെങ്കിലും അതർ ഫാക്ടേഴ്സ് ഉണ്ട്, സൊസൈറ്റി. ലൈക്ക് എന്തിനാണ് നിങ്ങളുടെ മരുമകളെ ഇങ്ങനെ വിടുന്നത്, ആ ഒരു കാര്യം, അതിനെ ആ ഒരു ഫാക്ടറിനെ എങ്ങനെ കാണുന്നു? അല്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. അത് നമ്മളതെങ്ങനെ എടുക്കുന്നു അനുസരിച്ചിരിക്കും. കാരണം നമ്മൾക്ക് അവരാരും ചെലവിന് തരുന്നില്ല, നമുക്ക് നമ്മളുടെ ഒരു എക്സ്പെൻസ് അവർ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇതിലെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട നമ്മുടെ പാർട്ട്ണറിനോട് മാത്രമല്ല, നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. ഇപ്പം മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒത്തിരി ആൾക്കാരുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ്, നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ചീത്തായി പോകാൻ ചാൻസസ് കൂടുതലാണ് പറയുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും ഇപ്പൊ അല്ലെ. എനിക്കിപ്പം ഇവിടെ വർക്ക്സ് നമ്മൾ കാണുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി പലരും പല രീതിക്ക് ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കേൾക്കും ഇവളെന്താണ് കാണിക്കുന്നത് എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടാവും. കാരണം ഈ ഒരു മീഡിയയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഭയങ്കര വലുതാണ് അല്ലേ. അത് എത്രത്തോളം ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നുണ്ട്? അത് ഹസ്ബൻഡ് മാത്രമല്ല, എൻ്റെ മോള് ഭയങ്കര സപ്പോർട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് മോളും ഹസ്ബൻഡും എത്രത്തോളം. ലൈക്ക് ഇപ്പൊ ഉമ്മ ഇത്രയും അവൾക്ക് അറിയായിരിക്കും. ഞാൻ ഒരിടയ്ക്ക് വീഡിയോ കണ്ടിട്ടുണ്ടായി, മോള് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആരോ മോശമായിട്ട് സംസാരിച്ച ഒരു വീഡിയോയില്. അപ്പൊ മോളെ ഇത് എത്രത്തോളം അഫക്ട് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഇങ്ങനെ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ ആളോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ചോദിക്കും ഇവളെന്താ ഇങ്ങനെ വിട്ടേക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ആള് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആള് എങ്ങനെയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, ആള് പറഞ്ഞിട്ടില്ല വെച്ചാൽ നമ്മള് ഒരു കല്യാണം കഴിഞ്ഞാലും നമുക്ക് അവിടെ പേഴ്സണൽ സ്പേസ് വേണം ഏതൊരു വ്യക്തിക്കും. അതിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും. കാരണം നമ്മൾ രണ്ടുപേരും ജനിച്ച് വളർന്നത് ഡിഫറെൻറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇയാൾ ജീവിക്കണം, ഇയാളെപ്പോലെ ഞാൻ ജീവിക്കണം എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. കാരണം രണ്ടുപേരെ കൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ലൈഫിൽ. അപ്പം അത് നമ്മൾ എങ്ങനെ കാണുന്നതനുസരിച്ചിരിക്കും. അപ്പം എനിക്ക് കിട്ടിയ ഹസ്ബൻഡ് പോലെ ആവില്ല എല്ലാവർക്കും കിട്ടുന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഐ എം ബ്ലെസ്ഡ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്യൂർലി മനസ്സിലാകും. കാരണം അത്ര സപ്പോർട്ടീവ് അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നമുക്ക് നിൽക്കുമ്പം അത് മനസ്സിലാകും. അവിടെ അത്രയും ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ആ ഓഡിയൻസിന് അത്രയും. ഞാൻ ലാസ്റ്റ് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു, അത്രയും എനിക്കത്ര ടെമ്പർ ഇല്ലാത്ത ആളാണ്. ഇപ്പം നമുക്കൊരു സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കമൻറ്റ് മോശം കമൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് മാറും. ഞാൻ വേണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി പ്രൊവോക്ഡ് ആവും നമ്മളും. പക്ഷെ അതില്ലാതെ ഇത്ര സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത് കുറച്ച് നമ്മുടെ ഒരു ഇൻബിൽട്ട് കഴിവെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു, ആങ്കറിങ് ചെയ്യാൻ ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു. കോളേജിലും സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ പ്രോഗ്രാമായിട്ട് ഞാൻ ചെയ്യുന്നത് MESന്റെ സിൽവർ ജൂബിലി ഫംഗ്ഷൻ ആയിരുന്നു. അതൊരു 3 to 4 days നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം. ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സാറായിരുന്നു അന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയിലുള്ള ഒരുപാട് പേര് പങ്കെടുത്ത അന്ന് ഒരു ആങ്കറിംഗ് ആണെങ്കിലും നമ്മൾ 3 ലാംഗ്വേജസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 അല്ല, ഐ തിങ്ക് 4. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, ഈ 4 ലാംഗ്വേജിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു വലിയ പ്രോഗ്രാം ചെയ്തത്. പിന്നെ US പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോളായപ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തു. അപ്പം എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അന്ന് ടിക്ടോക്ക് ഒക്കെ ആണല്ലോ, നമുക്ക് ആദ്യം ഡാൻസിങ് വീഡിയോസ് ആണ് വീട്ടിൽ അങ്ങനെ ചെയ്യാൻ അവൾക്കും ഇഷ്ടമായിരുന്നു. അപ്പം ഇനീഷ്യലി നമ്മള് പ്രഗ്നൻസി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടി സുംബ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് മോൾ എന്റെ കൂടെ കളിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ അതൊരു അങ്ങനത്തെ ഒരു ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ എടുത്തു. പിന്നെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം പുള്ളിയായിരുന്നു ഇനീഷ്യലി എനിക്ക് വീഡിയോസ് എടുത്തു തരുന്നതും എഡിറ്റ് ചെയ്ത് തരുന്നതും. കാരണം പുള്ളി 3D ഡിസൈനറാണ്. അപ്പം പുള്ളിയാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നതും എവിടെ ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന പുള്ളിയായിരുന്നു. അപ്പൊ ഇനീഷ്യലി പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഞാൻ എവിടെ എത്തിയാലും ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും. കാരണം എന്റെ ഉപ്പാക്ക് തീരെ താല്പര്യമില്ല. അത് കാരണം ഉപ്പ ജിദ്ദയിലും ഞാൻ റിയാദിലായിരുന്നു. അപ്പം ഉപ്പ കാണുന്ന ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് മാത്രമാണ് ഉപ്പ കാണുന്നത്. അപ്പൊ അതിന്റെ ബാക്ക് എൻഡിൽ നിന്ന് നടക്കുന്നു അല്ലെങ്കിൽ അവിടെ എന്താണ് പ്രസന്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുള്ളിക്ക് അറിയില്ല.
അപ്പം ആദ്യമൊക്കെ പുള്ളിക്ക് അതൊരു തീരെ താല്പര്യമില്ലായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഉപ്പ റിയാദിൽ വന്നിട്ട് ഉപ്പയാണ് പിന്നെ എന്റെ പ്രോഗ്രാംസിന് എന്നെ ഡ്രോപ്പ് ചെയ്യലും, അവൾക്ക് അവിടെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിന്റെ കമന്റ്സ് കേൾക്കും, അല്ലെങ്കിൽ വന്ന ഗസ്റ്റിന്റെ സൈഡിൽ നിന്നുള്ള കമന്റ്സ് ഒക്കെ പുള്ളി കേൾക്കുമ്പോൾ പിന്നെ പുള്ളിക്ക് അത് ഓക്കെ എന്റെ മോളെ കൊണ്ട് പറ്റുന്ന ഒരു സംഭവമാണ് എന്ന് തോന്നിയത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പോ ഒരു നോർമൽ വുമൺ ലൈക്ക് ഇവിടെ റിയാദിൽ വന്നപ്പോൾ നമ്മൾ വലിയ അധികം പരിചയമില്ലാത്ത സ്ഥലമാണ്. അവിടെ നിന്ന് ഇപ്പോൾ സൗദിയിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാ ബിഗ് ഇവൻസിലും ആങ്കറിങ് ചെയ്തു. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഭയങ്കര നമുക്ക് വിഷമം തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടാവും. അത് ഏതായിരിക്കും? സന്തോഷം ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിയൻസിന് കിട്ടുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര, അതിപ്പോൾ എത്ര സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്, സ്റ്റേജിൽ കയറുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അത് എത്ര വലിയ സ്റ്റേജ് ആണെങ്കിലും എത്ര ചെറിയ സ്റ്റേജ് ആണെങ്കിലും ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ആപ്പോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം. പിന്നെ ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല. പിന്നെ നമ്മൾ ഹണി റോസിന്റെ ഇവന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ്സ് കിട്ടിയ ഒരു ഇവന്റ് ആയിരുന്നു. അത് നമ്മളെ അബ്രിഷ്യൻ ഡയറക്ടർ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഹണി റോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇവന്റിന്. കാരണം അവര് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആങ്കർ ആണെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം കല്ലു വന്നപ്പം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരുന്ന ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആങ്കർ ആണ് കല്ലു. അപ്പൊ കല്ലു തന്നെ ലാസ്റ്റ് ഒരു ഇവന്റിന്റെ സ്റ്റേജ് വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഷെബിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതുപോലെ ഇന്ന് കണ്ട് കലേഷ് ഇട്ടേക്കുന്നത് ഷെബിയാണ് ആങ്കറെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല എന്നുള്ളത്. അതെ, അതെനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ടിവിയിൽ മാറുന്ന ഒരാള് പണ്ട് ആങ്കർ എന്ന് പറയുമ്പോൾ ഇവരെ മാത്രമേ നമുക്ക് ഓർമ്മ പോലും ഉള്ളൂ. അതെ, അപ്പം ആ ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ, അതും അത്രയും ആൾക്കാരുടെ മുമ്പിൽ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. പിന്നെ സങ്കടം തോന്നിയത് എനിക്ക് തോന്നുന്നു എനിക്കൊരു ഇവന്റ് മിസ്സായി. അപ്പൊ അത് ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു ഇവന്റ് ആയിരുന്നു. അപ്പം ഇവന്റിന്റെ 2 ദിവസം മുമ്പാണ് അവര് ആങ്കറിനെ മാറ്റിയെന്ന് പറഞ്ഞത്. അപ്പൊ അതെനിക്ക് ഭയങ്കര, കാരണം അത് എനിക്ക് കുറച്ച് ദിവസം എടുക്കേണ്ടി വന്നു അതൊന്ന് റിക്കവർ ആവാൻ. കാരണം നമ്മളിപ്പോ ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ ആ വരുന്ന ഗസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കും, ആ ഇവന്റിനെ കുറിച്ച് പഠിക്കും, സ്പോൺസേഴ്സിനെ കുറിച്ച് പഠിക്കും. കാരണം നമ്മൾ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്നത് മാത്രമേ കാണൂ, പക്ഷെ അതിന്റെ ബാക്കിൽ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ട്. കാരണം നമുക്ക് ലാഗ് വരാൻ പാടില്ല, നമ്മൾ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യണം, പക്ഷെ ഒരുപാട് ബാക്ക് ആൻഡ് വർക്ക്സ് ഉണ്ട് ഇതിന്. കാരണം ആൾക്കാർ കാണുമ്പോൾ ഓക്കെ മൈക്ക് എടുക്കുന്നു സംസാരിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ഒരു ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, നമ്മൾ ആൾക്കാരെ മുഷിപ്പിക്കാണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. അപ്പം അതിനുവേണ്ടി അത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ഇവന്റ് ആയിരുന്നു. അപ്പൊ അത് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതിനെങ്ങനെ ഒരു 2-3 ദിവസം എടുത്തു. അപ്പം അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ എന്റെ മോളായിരുന്നു. എടുത്ത് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഈ ഒരു പ്രോഗ്രാം അല്ലേ, അതിൽ വലിയൊരു പ്രോഗ്രാം വരാനുണ്ട്, അതുകൊണ്ട് പോയതാന്ന് കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതായിരുന്നു എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു ഭയങ്കര ഒരു ഹോപ്പ്. കാരണം ഞാൻ ചിന്തിക്കുന്നതിൽ എത്ര അപ്പുറമാണ് എന്റെ മോള് ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിച്ചാൽ ഞാൻ അവളുടെ ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട് ആസ് എ മോം. കാരണം ഞാൻ വീട്ടിലിരുന്നിട്ടില്ല. അപ്പം അവള് കാണുമ്പോ എന്താ ഉമ്മ ലൈവായിട്ട് വർക്കിംഗ് ആയിട്ട് നടക്കുന്നു, പിന്നെ പുറത്തു പോകുമ്പോൾ ഇവന്റ്സ് കാണുന്നു, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സംഭവമാണ്. ആങ്കറിംഗിൽ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഏതാണ്? മോശം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാല്, എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ തട്ടമിടുന്നതായതുകൊണ്ട് പോയിട്ടുണ്ട്. തട്ടമിട്ടിട്ടാണ് നീ ആങ്കർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് എനിക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു എത്രയോ വലിയ വലിയ പ്രോഗ്രാംസ്. കാരണം നമ്മൾ ചില ഇവന്റ്സിനൊക്കെ അവർ പറയും കുറച്ച് സ്കിൻ കാണിക്കണം, അല്ലെങ്കിൽ തട്ടമിടണ്ട, കുറച്ച് മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ള. അപ്പൊ എനിക്കത് ഓക്കെ അല്ല. കാരണം എൻ്റെ ഒരു തട്ടവും അല്ലെങ്കിൽ ആങ്കറിങ്ങും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഡെലിവറി ചെയ്യുന്ന എൻ്റെ സർവീസാണ്, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ സംസാരിക്കുന്ന എൻ്റെ വായിച്ച് സംസാരിക്കുന്നതിന് തട്ടൊരിക്കലും ഒരു ബാരിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഇന്ന് വരെ. അതെങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഇടേണ്ടവർക്ക് ഇടാം, ഇടാത്തവർക്ക് ഇടണ്ട, അത് അവരുടെ ചോയ്സ് ആണ്, അതൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്കത് വേണം, എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ആണ്. കാരണം നമ്മളിപ്പം പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ കവർ ചെയ്യും, അത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. അതുപോലെ എനിക്ക് ഓക്കെ അല്ല, കാരണം അത്രയും പിന്ന് കുത്തിയിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. അത്രക്കാലം പല വീഡിയോസ് എടുക്കുന്നതല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് ഇവന്റ്സ് മിസ്സായിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര, കാരണം അത് എഫക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു ആങ്കറിങ്ങിനെ ഇത് എഫക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ കുറെ ആൾക്കാർ എന്നെ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചിട്ടുണ്ട്. കാരണം പോഡിയത്തിൽ നിൽക്കുമ്പോൾ എന്നെ കാണില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് എൻ്റെ അടുത്ത്. പക്ഷെ അത് ആ പൊക്കമില്ലാത്തതുകൊണ്ട് എനിക്ക് ഹീൽസ് ഇട്ട ഹൈറ്റ് കൂടും. അതുകൊണ്ട് ഇപ്പം എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ കലേഷ് കല്ലു ഇവർ രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ ഹൈറ്റ് കുറവാണ്. പക്ഷെ അത് അതൊരു എനിക്ക് തോന്നുന്നു അവരത് വെച്ചിട്ടല്ല അവരുടെ ആ ഒരു ഈ പറഞ്ഞ പോലെ സർവീസ് ആണ്. അവര് ആ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വേറൊരു ഫാക്ടേഴ്സും അവിടെ നമ്മൾ നോക്കില്ല. അവരുടെ സംസാരം,
അത് മാത്രമേ നമ്മൾ എങ്ങനെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മളെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക, അത് നമുക്ക് പ്രസന്റബിൾ ആയിരിക്കുക. അപ്പൊ അതിനൊരു ഇപ്പൊ ഓണത്തിന്റെ പ്രോഗ്രാമായിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ തട്ടോട്ട് ചെയ്യുന്നതെന്ന്. ഓണം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുസിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഉത്സവമായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ അത്രയും നമ്മൾ ഒരു ജാതി മത ഭേദമന്യേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഓണം. അതിന് സാരി എടുത്ത് തട്ടോട്ടുണ്ട് എന്താ പ്രശ്നമില്ല? എന്താ ഒരു ബന്ധമല്ല. ഞാൻ ഒരു ഓണം പ്രോഗ്രാമിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവാതിര ഡാൻസ് വെച്ചിട്ടാണ്. ഞാൻ തട്ടോട്ട് ഡാൻസ് കളിച്ചത്. അതിനെന്താ പ്രശ്നമുള്ള? എന്താ, നമുക്ക് കളിച്ചൂടെ? അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നു. കാരണം ഒരുപാട് പ്രോഗ്രാം എനിക്ക് മിസ്സായത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. തട്ടൊട്ടു എന്നുള്ള പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഹൈറ്റ് കുറവാണെന്നുള്ള പ്രശ്നം കൊണ്ട്. ഇങ്ങനത്തെ കോംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ വർക്ക്സ് പോകുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ഇല്ല, വിഷമം തോന്നിയിട്ടില്ല. അതുവെച്ചാൽ അതിൻ്റെ ഒരു അഡ്വേഴ്സ് സൈഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്കത് എന്നെ ജഡ്ജ് ചെയ്യുന്ന പോലെ തോന്നിയ, കാരണം അത് എനിക്കൊരു കഴിവുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് എൻ്റെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ അതിനൊരു ബാരിയറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ പോകുന്നവർക്ക് പോട്ടെ, അത് നല്ല സൈഡിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയെ ഞാനായിട്ട് കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ കിട്ടിയാൽ മതി. അപ്പോൾ ഈ ആങ്കറിങ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടുന്നത് ഏത് സൈഡിൽ നിന്നാണ്? വുമൻസ് ആണോ അതോ മെൻസ് ആണോ? അല്ലെങ്കിൽ ലേഡീസ് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ നല്ലതാണ്, ഞങ്ങൾക്ക് ഇതുപോലെ ആകണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും? ഒരുപാട് പെൺകുട്ടികൾ, മുസ്ലിംസ് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ആങ്കറിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് മാത്രം ലിമിറ്റഡ് ആണ്. നാട്ടിൽ അതിലോട് മാത്രമാണ്. MC എന്ന് പറയുമ്പോൾ നോർമലി ഒന്നല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ, കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പം കുറെ പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ തട്ടോട്ടിട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ തട്ടോ ഒരിക്കലും ഒരു പ്രശ്നമില്ല, നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് ഒരു പ്രാക്ടീസ് ആണ് എല്ലാം. ഇപ്പൊ പിന്നെ കഴിവ് വേണം, അതൊക്കെ നമുക്ക് ഏതൊരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം വേണം, നമുക്കൊരു കഴിവ് വേണം. അല്ലാണ്ട് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുന്നതല്ല ആങ്കറിങ്. അത് എപ്പോൾ നമ്മളൊരു പോസ് കൊടുക്കണം, എപ്പോൾ നമ്മൾ ഹൈ ആയിട്ട് സംസാരിക്കണം, അത് മനസ്സിലാക്കണം. അത് മാത്രമേ ഞാൻ അവരടുത്ത് പറയാറുള്ളൂ. ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികൾ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം. വർക്ക്ഷോപ്സ് ആയിട്ട് നടത്താൻ ആഗ്രഹമുണ്ടോ? താല്പര്യമുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടില്ല. താല്പര്യമുണ്ട്. കാരണം ഇവിടെ ഇപ്പൊ സൗദിയിൽ വെച്ച് നോക്കുമ്പോൾ കുറെ ലേഡീസ് ഉണ്ട്. പലർക്കും പല കഴിവുകൾ ഉണ്ടായിട്ടും ഈ പറഞ്ഞ പോലെ വീടിന്റെ ഉള്ളിൽ സെൽഫ് കോൺഫിഡൻസ് കുറവുകൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? നമ്മൾ അങ്ങനെ ഇരുന്നാൽ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. കാരണം നമ്മളെ ചിയറപ്പ് നമ്മൾ വേറെ ആൾ വരും, നമ്മളെ കോൺഫിഡൻസ് തരാൻ വേറെ ആൾക്കാർ വരും, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഒന്നും കൂടെ പുഷ് ചെയ്യാൻ ഒരാൾ വരും. അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളെ ഉള്ളൂ. എൻഡ് ഓഫ് ദ ഡേ നമ്മളെ ഉള്ളൂ. അത് മനസ്സിലാക്കുക. എത്രത്തോളം ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ പ്രൊഫഷനിലും അതുപോലെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും. കാരണം നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരെ സ്നേഹിക്കുന്നത്? അല്ല, ഞാൻ വിശ്വസിക്കുന്നതാണ്. ഞാനിപ്പം റീസെൻ്റ്ലി ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചിലപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞോളണമെന്നില്ല. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഒന്ന് കണ്ണാടി പോയിട്ട് എന്ന് എന്നെ കാണാൻ അടിപൊളിയാണ്, ഇന്ന് അടിപൊളിയായിട്ട് ഞാൻ ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടിപൊളിയാണ് നമുക്ക് തോന്നിയാൽ അത് അടിപൊളിയാണ്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. നമുക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല. ഇഷ്ടപ്പെടുന്നത് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്കിത് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് നമ്മളെ സ്നേഹിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ സ്നേഹിക്കുക. അതൊരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കാത്തോടത്തോളം കാലം നമുക്ക് വേറെ ഒരാളെ നല്ലപോലെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മോളോട് പറയുന്ന ഒരു കാര്യമാണ്. അവൾ എൻ്റെ അടുത്ത് ചോദിക്കും മൈ ഫേവറേറ്റ് പേഴ്സൺ ആരാ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറയും. അവൾ രണ്ടാമത് ചോദിക്കും ഉമ്മച്ചിന്റെ ഫേവറേറ്റ് പേഴ്സൺ ആരാ? അപ്പം രണ്ടാമത് ചിലപ്പോൾ നീയോ ബാബയ്ക്കായിരിക്കും എന്ന് പറയും. എന്താ ഫസ്റ്റ് ഉമ്മച്ചിനെ ഇഷ്ടം എന്ന് പറയും. അപ്പം നീയും അങ്ങനെ പറയണം, നീ ആദ്യം സ്നേഹിക്കണം. ആ ഒരു ടൈം എനിക്ക് തോന്നുന്നു നമ്മൾ എന്ന് നമ്മളെ സ്നേഹിച്ചോണം, അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നല്ലപോലെ ബ്ലൂം ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. കാരണം വെച്ചാല് ബാക്കിയുള്ളവർ കാണുമ്പോൾ നമ്മൾ പല ഡിഫക്ട്സ് അവർ കാണും. ഇപ്പൊ പല്ല് അങ്ങനെയാണ്, മൂക്ക് ഇങ്ങനെയാണ്, നീളം ഇല്ല, അല്ലെങ്കിൽ തടിച്ചിട്ടാണ്, നമ്മൾ ഡബിൾ ചിൻ ഉണ്ട്, അല്ലെങ്കിൽ പല ആസ്പെക്ട്സ് ആൾക്കാർ കാണും. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ നമ്മളാണ്, നമ്മൾ ഇങ്ങനെയാണ്. അങ്ങനെ സ്നേഹിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു വിഷയമല്ലാണ്ടായി. അതുപോലെ ഇപ്പോൾ കുറേ സ്റ്റേജസ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലേഡീസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലും ആളുകളായിട്ട് നമുക്കിവിടെ കുറേ ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സൗദി എന്ന് പറയുന്നത് ഒരു മെൻ സെൻട്രിക് ആണോ, അത് ആയിട്ട് മാറുകയാണോ, അതോ വുമൻസിന് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഇനി അതോ അപ്കമിങ് ജനറേഷനിൽ അല്ലെങ്കിൽ അപ്കമിങ് ഇയേഴ്സിൽ ഒരു വുമൺ ഓൺടർപ്രണേഴ്സ് വളരെ കുറവ് ഉള്ള നാടാണ് സൗദി അറേബ്യ. അപ്പോൾ അവിടെ നമ്മുടെ മലയാളി ഓൺടർപ്രണേഴ്സിന് ഒരു
സ്കോപ്പ് ഉണ്ടോ? എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. കാരണം അത് നമ്മളെങ്ങനെ കാണുന്നതനുസരിച്ചിരിക്കും. കാരണം പണ്ടൊക്കെ നമുക്ക് ഇവിടെ സൗദിയിൽ നമുക്ക് ലേഡീസിന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം, ഇൻവെസ്റ്റർ ലൈസൻസ് എടുക്കാം. അത് ജെന്റ്സിന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഫണ്ട് ഉണ്ടെന്ന് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഹോം ബിസിനസ് ചെയ്യാം. നമുക്ക് ചെറിയ ചെറിയ ഇപ്പൊ ബേക്കേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്, അതുപോലെ ക്രോഷ്യ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നത് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഗിഫ്റ്റ് ഹാമ്പേഴ്സിന്റെ ഒക്കെ. ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്കിത് ഒരു എൻലാർജ് ചെയ്തുകൊണ്ട് ഒരു ലാർജ് സ്കെയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ തന്നെ ബാരിയർ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഷെബിയുടെ ലൈഫിൽ ഏതായിരുന്നു ആ ഒരു ഇങ്ങനെ ഒരു ബ്രേക്കിംഗ്? നമ്മുടെ ലൈഫിലെല്ലാം ഉണ്ടാവും ഒരു ബ്രേക്ക് വരുന്ന ഒരു ടൈം. ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? ഞാൻ എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുത്തത് മോളുണ്ടായതിന്റെ ശേഷമാണ്. കാരണം എനിക്ക് മോളെ എവിടെയെങ്കിലും കൊണ്ടാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം എനിക്ക് അവൾ എൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ അവൾ വരുമ്പോൾ ഞാൻ വേണം എന്നുള്ളൊരു കൺസേൺ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് മാറാനുള്ള ഒരു റീസണും കൂടെ. നമുക്ക് അവരുടെ റൂട്ടീനായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് പോകാം. അതെ, കോണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ഒരു സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും ടൈം. ഇപ്പോൾ അവൾ സ്കൂളിട്ട് വരുന്ന സമയമാണെങ്കിൽ അങ്ങനെ. കാരണം എനിക്ക് തോന്നിയിട്ടില്ല, നമ്മൾ മക്കളായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഉള്ളു നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ അവർക്ക് ടൈം കൊടുക്കാണ്ട് വലുതാവുമ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുള്ളൂ. പക്ഷെ ഞാനത് ഡിസഗ്രി ചെയ്യുന്നില്ല കേട്ടോ. ഐ മീൻ ലൈക്ക് ചില ആൾക്കാർ പ്ലേ സ്കൂൾ ആക്കുന്നുണ്ട്, അത് അവരുടെ ഇഷ്ടം താല്പര്യമാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര കൺസേൺഡ് ആയി. ഇപ്പോൾ മോൾ എവിടെയെങ്കിലും ആക്കിപ്പോയാൽ അവൾ ഓക്കെ ആണോ, അവൾ ഫുഡ് കഴിച്ചോ, അവൾ എന്താ ചെയ്യുന്നത്, എനിക്കത് ഭയങ്കര, ചിലപ്പോൾ ഞാൻ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അത് നമ്മുടെ ഉള്ളിലെ ചിലപ്പോൾ ഒരു ചെറുപ്പത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഇതായിരിക്കും. നമുക്ക് ഇപ്പൊ കുട്ടികളിൽ അവർക്ക് അങ്ങനെയാണോ ഒരു ഡൗട്ട് വരുന്നത്. കാരണം എല്ലാം അവൾക്ക് പറയാൻ പറ്റില്ല, ആ സ്പേസ് ഞാൻ കൊടുക്കുന്നില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിക്കാറുണ്ട്. അപ്പം അത് കാരണം ഞാൻ മോളെ പ്ലേ സ്കൂളിൽ പോലും വിട്ടിട്ടില്ല. ഞാൻ ഫുൾ ബ്രേക്ക് എടുത്ത് ഞാൻ മോളെ തന്നെ നോക്കിയിരുന്ന്. കാരണം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സെൽഫ് വർത്ത് ഇല്ലാത്ത പോലെ തോന്നി. കാരണം എല്ലാത്തിനും, കാരണം നമുക്ക് എന്താ പറയുക, നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആകുമ്പോഴുള്ളൂ നമുക്ക് എന്ത് സാധനത്തിനും ഇപ്പം നമ്മൾ ഹസ്ബൻഡ്സിന് പൈസ ചോദിക്കേണ്ടി വരും. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡന്റ് അല്ലാത്തവർ മോശമാണെന്നല്ല. പക്ഷെ നമുക്ക് എന്തൊരു സാധനങ്ങളും, ഇപ്പോൾ ചെറിയൊരു സാധനമാണെങ്കിൽ വരെ നമുക്ക് ഹസ്ബൻഡിനോട് പൈസ ചോദിക്കേണ്ട, അല്ലെങ്കിൽ പേരൻസിനോട്, ബ്രദർ ആയിക്കോട്ടെ, നമുക്കൊരു പൈസ ചോദിക്കേണ്ട ഒരു ആവശ്യം വരും. ചിലപ്പോൾ അവർ നമ്മളോട് കയർത്തൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു ഒരു സമയത്ത്. കാരണം ഒരു സമയത്ത് ഞങ്ങൾ സിറ്റി മാക്സ് പോയൊരു ഇൻസിഡന്റ് പറയാം. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടിയില്ല, മോൾക്കൊരു ഹെയർ ബാൻഡ് ജസ്റ്റ് ഞാൻ നോക്കിയതുള്ളൂ. നോക്കിയപ്പോൾ ഹസ്ബൻഡ് അത് വേണോ ചോദിച്ചു. ഞാനത് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞാനപ്പോൾ ഇത് വാങ്ങണം എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ പുള്ളി അപ്പോഴേക്കും അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അപ്പം എനിക്ക് തോന്നി, അയ്യോ എൻ്റെ കയ്യിലൊരു 10 പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് ഈ ഒരു സിറ്റുവേഷൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ലായിരുന്നല്ലോ എന്ന്. അതിനർത്ഥം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തൻ്റെടി ആവുന്നോ, തൻ്റെ ഇഷ്ടം ചെയ്യാം, അങ്ങനെയല്ല. പക്ഷെ നമ്മളുടെ ഒരു ആവശ്യങ്ങളുണ്ടല്ലോ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡ്സ്, അതിനുള്ള കുറച്ച് പൈസ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഈ ബേസിക് നീഡ്സ് നമ്മുടെ ഇപ്പോൾ ഒരു ലേഡി എന്ന നിലയ്ക്ക്, നമ്മുടെ ലേഡി മാത്രമല്ല കേട്ടോ, മെൻ ആണെങ്കിലും ഈ ബേസിക് നീഡ്സ് നമ്മൾ തന്നെ മീൻസ് ബേസിക് നീഡ്സ് നമുക്ക് തന്നെ നടത്താൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? അതിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കുന്നതായിരിക്കും ഈ പറയുന്ന നമുക്ക് പിന്നീട് വരുന്ന നമ്മുടെ ലൈഫൊക്കെ. അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? മീൻസ് നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഹാർഡ് ഏൺ മണിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ? ഇത് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തതായിരിക്കാം. അങ്ങനെ കിട്ടിയതിൽ ഏറ്റവും വലിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? ഏറ്റവും വലിയൊരു മൊമെന്റ് എൻ്റെ ഉമ്മക്ക് ഒരു ഡയമണ്ട് റിംഗ് വാങ്ങി കൊടുത്തത്. അതെനിക്ക് ഭയങ്കര, കാരണം ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം എൻ്റെ ഉമ്മാൻ്റെ മുഖത്തുണ്ടായ സന്തോഷത്തിനേക്കാൾ കൂടുതലായിരുന്നു എനിക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം. കാരണം ആൺകുട്ടികൾ പൈസ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഉപ്പാർക്കും വാങ്ങിക്കൊടുക്കാം. പക്ഷെ ഒരു പെൺകുട്ടി അത് ചെയ്യുമ്പം അത് നമുക്ക് തരുന്നൊരു ഭയങ്കര ഒരു സന്തോഷം, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അതെനിക്ക് ആ ഒരു സിറ്റുവേഷൻ നിന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം അന്ന് ഉമ്മാക്കത് ഞാൻ നാട്ടിൽ പോയിട്ട് ഉമ്മാക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്ത സമയത്ത് ആ വീഡിയോ പോസ്റ്റ് പലരും അത് ഒരു ബ്രാൻഡ് കൊളാബറേഷൻ ആണോ, അല്ലെങ്കിൽ അത് പോസ്റ്റ് അല്ല, ഞാനത് ഡോക്യുമെന്റ് ചെയ്തതാണ്. എനിക്ക് ഭാവിയിൽ ലൈക്ക് ഞാൻ എൻ്റെ അത് ചിലപ്പോൾ ഡയമണ്ട് റിംഗ് വെച്ചപ്പോൾ ആൾക്കാർക്ക് അത് എന്താ അതിന് വലിയ അങ്ങനെയല്ല. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയത് നിന്ന് അത് നമ്മളെ പേരൻസിന് വാങ്ങിക്കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെയാണ്. പാരൻസ് എന്ന്
പാരൻസിനോട് ഫസ്റ്റ് ഈ ആങ്കറിങ് ചൂസ് ചെയ്തപ്പോൾ പറഞ്ഞു വാപ്പച്ചിക്ക് ആദ്യം ഒരു ഇതായിരുന്നു, വിഷമായിരുന്നു ഇത് ചൂസ് ചെയ്തതെന്നുള്ളത്. ഞാൻ വീഡിയോസ് കണ്ടതിൽ പറഞ്ഞിട്ട് മിക്കതിലും കണ്ടിട്ടുണ്ട് ഉമ്മച്ചിയുടെ സപ്പോർട്ട്. ഇതിൽ എന്തായിരുന്നു ആദ്യം ഞാൻ ആങ്കറിങ് ആണ് കരിയറായിട്ട് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം, കാരണം ഇത്രയും പഠിച്ചിട്ടും കൂടി ഈ ഒരു ഫീൽഡിലോട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് പാരൻസിന് ഒരു വിഷമം ഉണ്ടാവും, പഠിച്ചൊരു ഫീൽഡിലല്ല നിൽക്കുന്നുള്ള. അപ്പോൾ ഉമ്മച്ചിയുടെ സൈഡിൽ നിന്ന് എന്തായിരുന്നു പറഞ്ഞത്? ഉമ്മ പറഞ്ഞു നീ ഓക്കെ ആണെങ്കിൽ ചെയ്തോ, കാരണം ഇനീഷ്യലി ഉപ്പാന്റെ സൈഡിൽ നിന്ന് ഒരു ഇതുണ്ടായപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു നീ കാര്യമൊക്കെ ഉണ്ടോ, നീ ഹാപ്പി ആണെങ്കിൽ പിന്നെ നീ പ്രൂവ് ചെയ്യേണ്ടത് മൻസൂറിനായിട്ടാണ്, കാരണം നിങ്ങളാണ് എൻഡ് ഓഫ് ദി ഡേ പാർട്ട്നേഴ്സ്. അപ്പം നീ പ്രൂവ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയോട് മാത്രമാണ്. അപ്പൊ അതൊരു അപ്പൊ അതെനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ അയ്യോ പിന്നെ ശരിയുള്ള ഒരു മിനിറ്റ് ഈ ഒരു ആൻസർ ഒന്നുകൂടെ പോട്ടെ. ഉമ്മാനെ സൈഡ് സപ്പോർട്ട് എന്ന് പറയുമ്പം ഉമ്മ സ്റ്റാർട്ടിങ് എടുത്ത് പറഞ്ഞു വെച്ചാൽ നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ, കാരണം ഉപ്പ കുറച്ചൊരു ഇതായിട്ട് നിന്ന സമയത്ത് ഉമ്മ പറഞ്ഞു കുഴപ്പമില്ല, നീ പ്രൂവ് ചെയ്യേണ്ടത് നിന്റെ ഹസ്ബൻഡിന്റെ ആയിട്ടാണ്, പാർട്ട്ണർ ആയിട്ടാണ്, കാരണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങളാണ് പാർട്ട്നേഴ്സ്. അപ്പം നിങ്ങൾ തമ്മിൽ ആ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നത്തിങ് മാറ്റേഴ്സ്. പിന്നെ നീ ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യുന്ന ഉമ്മാനായിട്ടാ. ഉമ്മ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ്, കാരണം ഉമ്മ പറയാം ഷാൾ ഇങ്ങനെ ഇട്ടോ അല്ലെങ്കിൽ ഇന്നത് പെയർ ചെയ്തോന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. വളരെ റെയർ ആയിട്ടാണ് ഈ മദർ നമ്മുടെ ജനറേഷനിലുള്ളത്. മീൻസ് അപ്കമിങ് നമ്മുടെ കുട്ടികളല്ല, നമ്മുടെ മദേഴ്സും നമ്മളും തമ്മിൽ സെയിം കരിയറിൽ അല്ലെങ്കിൽ അത്ര സപ്പോർട്ടീവായിട്ട് വരുന്നത് വളരെ ചുരുക്കം പേർക്കാണ്. അതിന് ഇങ്ങനെ ഷെബി നെക്സ്റ്റ് മീൻസ് കുഞ്ഞിൻ്റെ അടുത്തോട്ട്, ഷെബിയുടെ മോളുടെ അടുത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അത് ക്യാരി ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊരു പോസിറ്റീവ് രീതിയിൽ തന്നെ ആയിരിക്കും, കാരണം ഞാൻ ഇപ്പോഴേ അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അവളായിട്ട് ഒരു ജസ്റ്റ് നോട്ട് എ മദർ, കാരണം ഞാൻ എൻ്റെ ഒരു എനിക്കൊരു ടീനേജ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു 19 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ ഉമ്മാനായിട്ട് ക്ലോസ് ആവുന്നത്. മറ്റേത് ഉമ്മാനായിട്ട് ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു, കാരണം ഉമ്മ പറയുന്നത് എന്നെ ചീത്ത പറയുന്നു വേണ്ടാന്ന് പറയുന്നു, അപ്പം ഭയങ്കര എന്തിനിങ്ങനെ പറയുന്നത് ആ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയായിരിക്കും. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ വിളിച്ചു പറയുന്നത് എൻ്റെ ഉമ്മ അടുത്തായിരിക്കും ഫസ്റ്റ്. അപ്പം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഉമ്മ എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ഒന്നും കൂടെ മനസ്സിലാവുന്നത്. എനിക്കൊന്ന് പൊതുവേ എല്ലാ ലേഡീസിനും അങ്ങനത്തെ തോന്നുന്നു. എനിക്ക് മാരേജ് കഴിഞ്ഞ് എനിക്ക് കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ജിദ്ദയിലാണ് പ്രസവിച്ചത്. അപ്പം അന്ന് പേരൻസിന് കൂടെ നിൽക്കും, മദറിന് കൂടെ നിൽക്കും. അപ്പം അന്ന് എൻ്റെ ഉമ്മ കരഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു വെച്ചാൽ ഞാൻ 3 ആളെ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പ്രസവിക്കുന്ന ആദ്യമായിട്ട് കാണാം, അതും എൻ്റെ മോള് പ്രസവിക്കുന്ന കാണുന്നത്. അപ്പം അന്ന് ഞാൻ ഫസ്റ്റ് പ്രസവിച്ച ഉടനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മുഖത്തോട്ടാണ് നോക്കി, കുട്ടിയുടെ മുഖത്തോട്ടല്ല. കാരണം എൻ്റെ ഉമ്മ പ്രസവിച്ച അതേ വേദനയിലാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എൻ്റെ മോളിപ്പം എന്നിട്ട് ഭയങ്കര കണക്റ്റഡാ. അപ്പം വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ റിയൽ ലൈഫിൽ കാണുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ചോദിക്കും മോൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന്. അത് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് അങ്ങനെയാണ്, അവളുടെ അടുത്ത് അങ്ങനെയാണ്. കാരണം എനിക്ക് സുഖമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചാറ്റ് തരുന്ന അവളാണ്, എനിക്ക് സുഖമില്ലെങ്കിൽ എനിക്ക് പാത്രം കഴുകി തരുന്ന അവളാണ്, എൻ്റെ റൂം ക്ലീൻ ആക്കുന്ന അവളാണ്. ഇപ്പോൾ എനിക്ക് പ്രോഗ്രാംസോ കാര്യങ്ങളെങ്കിൽ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ പാത്രം ഉണ്ടെങ്കിൽ അവളാണ് കഴുകി തരുന്നത്. അപ്പോൾ റീസെന്റ് ഒരു വീഡിയോ അപ്പോൾ ചിലർ ചോദിക്കും അത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ? അല്ല, അത് റിയൽ ലൈഫ് അങ്ങനെ, അവൾ അങ്ങനെയാണ്. അപ്പം എന്നോട് ചോദിക്കുന്ന ആൾക്കാർ ചില അത് നിന്നോടുള്ള ഇഷ്ടം കൂടി ചിലപ്പം എനിക്ക് വേണ്ടി ചെയ്തതായിരിക്കും. അപ്പം ആ ഒരു പോസിറ്റീവ് റിലേഷൻ കുട്ടികളായിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇതിലെ കാലത്തിൽ വെച്ചാൽ നമ്മൾ മക്കളോട് നമ്മൾ ആ ഒരു ഇതുണ്ടെങ്കിലുള്ള അവർ തിരിച്ചു നമ്മളോട് എല്ലാം സംസാരിക്കാനും അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പഠിച്ചത് ഇവിടെയാന്ന് പറഞ്ഞു. അപ്പൊ എത്ര വർഷമായി സൗദിയിൽ ഉണ്ടായിട്ട്? ഞാനിപ്പോ 20 years ആയി സൗദിയിലാണ്. അപ്പോൾ സൗദിയുടെ ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇന്നത്തെ സൗദിയെയും അന്ന് ആദ്യം വന്ന സൗദിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് മേജർ ഡിഫറൻസ് തോന്നുന്നത്? മേജറായിട്ട് എനിക്ക് തോന്നുന്നു ലേഡീസിന് ഒന്നും കൂടെ ഭയങ്കര ഓപ്പൺ ആയി, ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് കൂടി ഒന്നും കൂടെ ഓപ്പൺ ആയി. കാരണം പണ്ട് എല്ലാവരും അബായിട്ട് നടക്കണമെന്നായിരുന്നു. ഇപ്പൊ നമുക്കൊരു മോഡസ്റ്റ് വെയർ, നമുക്ക് എന്തിനാണെങ്കിലും നമുക്ക് വെയർ ചെയ്യാം, അങ്ങനെയായിരുന്നു. അപ്പം ഇപ്പൊ ഒന്നും കൂടെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേഡീസിന് ഒന്നും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പണ്ടൊരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമുക്ക് സൗദി വൽക്കരണം ഉണ്ട്. പക്ഷെ എന്നാൽ കൂടിയും നമുക്ക് അതിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരുപാട് ലേഡീസിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്,
ടീച്ചിങ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അല്ലാതെ ഓപ്പർച്യൂണിറ്റീസ് സൗദിയിലുണ്ട്? കാരണം ആർക്കും അറിയില്ല ഇങ്ങനെ ഉണ്ട്. കാരണം മേജർ ആളുകളും ഈ പറയുന്ന ഈ 2 സെക്ടറിലുള്ളതുകൊണ്ട് അറിയില്ല. അപ്പം പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതെല്ലാ പ്രൊഫഷൻസിലും ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് HR ആണെങ്കിലും ഇപ്പൊ ആർക്കിടെക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് അറിയാം, ഇവന്റ്സിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്ന ലേഡീസിനെ അറിയാം, ടെക്നീഷ്യൻ ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാ പ്രൊഫഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. കാരണം സൗദീസിനായിരിക്കും ഒന്നുകൂടെ പ്രയോറിറ്റി കൂടുതൽ. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറീസ് അതായിരിക്കും. ജോബ് ഉണ്ട്, ഈ ഒരു പ്രൊഫഷൻ ഞാൻ വർക്ക് ചെയ്തേ, അല്ലെങ്കിൽ ഫാർമസി കഴിഞ്ഞു, ബി ഫാം കഴിഞ്ഞു, അപ്പോൾ അതിനെങ്ങനെയാണ് ജോബ്. അപ്പം നമ്മൾ തിരയണം. അത് നമ്മളൊരു എഫേർട്ട് കൂടെ എടുക്കണം. ഓക്കെ. അപ്പം പലരും ഇപ്പൊ ചോദിക്കാറുണ്ടാവും സൗദിയിലോട്ട് വരണം. കാരണം എല്ലാവർക്കും ഒരു പേടിയാണ് സൗദി ചൂസ് ചെയ്യുമ്പം. ലൈക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് ആണ്, വീട്ടിലായി പോകുമോ നമ്മുടെ പ്രൊഫഷൻ, അല്ലെങ്കിൽ പ്രൊഫഷൻ മാത്രമല്ല ഇപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി സൗദിയിൽ ഉണ്ടോ എന്നുള്ളത് ഐഡിയ ഇല്ല, യാതൊരു ഐഡിയ ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ലൈക്ക് ലേഡീസ് മാത്രമല്ല ജെൻസ്, അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്കിപ്പോൾ സൗദി എന്ന് പറയുമ്പോൾ എൻ്റെ സെക്കൻഡ് ഹോമാണ്. എനിക്ക് ഒന്നും കൂടെ നാട്ടിലേക്കാൾ സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സൗദിയാണ്. നമുക്ക് ഒരു ഒറ്റയ്ക്ക് രാത്രി ഇപ്പം എനിക്ക് ഊബറിൽ ഞാൻ ഇവന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഷൂട്ട് കഴിയുമ്പോൾ രാത്രി ഒറ്റയ്ക്ക് ഊബറിൽ വരുന്നത്, പക്ഷെ ഇപ്പോൾ 2 മണിയായിരിക്കാം. പക്ഷെ എന്നാലും സേഫ് ആയിട്ട് നമ്മളോട് എത്തിച്ചു തരുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് ഊബർ ആണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ സൗദി എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. ലൈക്ക് നമ്മൾ ദുബായ് പോലെയൊക്കെ തന്നെ ഒരുപാട് ബൂം ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഇൻഡസ്ട്രി വൽക്കരണമാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാത്തിലും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ എല്ലാ കൺട്രീസിനും ഉണ്ട്. പക്ഷെ സൗദി എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അത് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും. സൗദി സെക്കൻഡ് ഹോമാന്ന് പറഞ്ഞു. നാട്ടിലോട്ടൊരു തിരിച്ചുപോക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ? തിരിച്ചുപോക്ക് വെക്കേഷൻ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, ഒന്നും കൂടെ എക്സ്പോഷർ കൂടുതൽ നാട്ടിലാണ് തോന്നിയിട്ടുണ്ട്. ഒന്നും കൂടെ ഇവന്റ്സും അതുപോലെ റിയാലിറ്റി ഷോസ് ഒക്കെ ഹാപ്പനിങ് ചെയ്യുന്ന നമുക്ക് നാട്ടിലാണല്ലോ. അപ്പം അതുകൊണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. യെസ്. പക്ഷെ സൗദി വിട്ടിട്ടല്ല, പക്ഷെ ബാക്ക് ആൻഡ് ഫോർത്ത്. കാരണം നാടെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണല്ലോ. നമ്മൾ വെക്കേഷൻ പോകുമ്പോൾ നമുക്കൊരു ഒരു പീസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നാടെന്ന് പറയുമ്പോൾ. അപ്പോൾ അതെപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. കാരണം നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും അവിടെയാണ്. അപ്പം തിരിച്ചൊരു റീസെറ്റിൽമെന്റ് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ പോയി ഒന്നുകൂടി വർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാ. ഇനി ഇതുപോലെ തന്നെ കൂടുതൽ സൗദി വേദികളിൽ പ്രചോദനമാവാനും ആ ശബ്ദവും യാത്ര കൊണ്ട് മറ്റ് സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളുടെ ഈ ഒരു പേജിന് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അത് ഉയർലങ്ങളിൽ എത്തട്ടെ, ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.